ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡിന്നർ പ്രിപ്പറേഷൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് തിങ്കളാഴ്ചയാണ് കേട്ടോ. ഇന്നാണ് ഞാനിതിന് വോയിസ് ഓവർ കൊടുത്തത്. വേറൊന്നുമല്ല, ചെറിയൊരു മടിയുണ്ട്, പിന്നെ ജോലി തിരക്ക് കാരണം അങ്ങനെ. പിന്നെ മോൻ എക്സാം ആയിരുന്നു, ഇന്ന് ആ എക്സാം കഴിയാണ് കേട്ടോ. ഇന്ന് AVSൻ്റെ എക്സാമാണ്. നല്ല ടഫായിട്ടുള്ള സബ്ജക്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എഴുതണ പോലെയാണ് കേട്ടോ തോന്നുക. അവർക്കത് എഴുതാൻ കിട്ടുമോ കിട്ടൂലേ എന്നൊക്കെയല്ലേ. പിന്നെ ഈ എക്സാമിൻ്റെ മാർക്ക് നോക്കിയിട്ടാണ് ഓലെ LSSനൊക്കെ തിരഞ്ഞെടുക്കുക. ഓൻ 4ാം ക്ലാസ്സിലാണ് കേട്ടോ. അപ്പോൾ ഓൻ്റെ പിന്നാലെ ആയിരിക്കും രാത്രി മുഴുവട്ടോ. അങ്ങനെ എക്സാം കഴിഞ്ഞു. നാളെയാണ് ഇനി ഓണപ്പരിപാടി ഓലെ സ്കൂളിലെ. അപ്പോൾ ഞാൻ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നിങ്ങളെ വീട്ടിലും ഇങ്ങനെയൊക്കെയാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. വേറൊന്നുമല്ല, ഞങ്ങൾക്ക് ഡെയിലി ഞങ്ങളെ വീട്ടിലെന്നും താളിപ്പ് വേണം. അത് ഒരു ദിവസം മുരിങ്ങൻ്റെ ഇലയാണെങ്കിൽ ഒരു ദിവസം മത്തൻ്റെ ഇലയാണ്, അല്ലെങ്കിൽ മത്തൻ്റെ ഇലയാവും, അല്ലെങ്കിൽ മുരിങ്ങൻ്റെ ഇലയാവും. അങ്ങനെ മാറി മാറിയായിരിക്കും കേട്ടോ ഓരോ ദിവസവും. വല്ലപ്പോഴും ഉള്ള കുമ്പളത്തിൻ്റെ ഇലയൊക്കെ കിട്ടാറ് കേട്ടോ. പിന്നെ ഈ അടുത്ത് കഴിഞ്ഞ കർക്കിടക മാസത്തിൽ ഞങ്ങൾ മറ്റേ തുഗ്ഗക്കുടിച്ചില്ലേ, അത് ഉമ്മ പറിച്ചിട്ട് വെച്ചിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ മുളകിൻ്റെ ഇലയൊക്കെ താളിക്കണം അതിലേറെ ടേസ്റ്റ് തോന്നി കേട്ടോ. അത് മാത്രം മതി ചോറ് കഴിക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുമായിരുന്നു. അങ്ങനെ അതന്ന്. ഇതിപ്പോൾ ഇന്ന് കുഴിച്ചിട്ടതാണ് കേട്ടോ, ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നെ ഞാൻ റൂമിൽ വന്നപ്പോൾ നല്ലൊരു വ്യൂ കണ്ടു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാട്ടിത്തരാമെന്ന് വിചാരിച്ചു. ഇത് നമ്മളെ ജനൽ തുറന്നാൽ ഇതാ സൺസെറ്റ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ റബ്ബർ തോട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഞാൻ കിച്ചണിക്ക് വന്നു കേട്ടോ. വൈകുന്നേരത്തിനുള്ള മീൻ പൊരിക്കാനൊക്കെ വന്നു. ഈ വീട് കുടിയിരുന്നിട്ട് 4 കൊല്ലം കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം തറവാട്ടിലായിരുന്നപ്പം അവിടെ എന്നും രാവിലെയും രാത്രിയും ഞങ്ങൾ ചോറില്ലേ 2 നേരം ചോറ് വെക്കുമായിരുന്നു കേട്ടോ. ചൂട് വേണമെന്നുള്ള നിബന്ധന ഉള്ളത് കൊണ്ട് രാവിലെയും രാത്രിയും ചോറ് വെക്കും. അപ്പോൾ ഇപ്പോൾ ഈ വീട്ടിൽ വന്ന ശേഷം ഒരാഴ്ച 2 ആഴ്ച ഞങ്ങളങ്ങനെ വെച്ചു കേട്ടോ. രാത്രിയും വൈകുന്നേരമൊക്കെ വെച്ചിരുന്നു. രാവിലെയും രാത്രിയും വെച്ചിരുന്നു ചോറ്. പിന്നെ ഞങ്ങൾ ആ ശീലം അങ്ങ് മാറ്റി. പിന്നെ 2 പാത്രത്തിൽ ചോറ് ഊറ്റി വെച്ച് രാവിലത്തെ ഉള്ളത് വേറെയും വെക്കും, രാത്രി ഉള്ളത് അടുപ്പത്ത് തന്നെ വെക്കും കേട്ടോ. അപ്പോൾ ചൂടുണ്ടാവുമല്ലോ നമ്മൾ കഴിക്കാൻ നേരത്ത് നോക്കിയാലും. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ ഉള്ളില്ലേ, ഇത് നമ്മൾ രാവിലെ മീൻക്കായാലും ബീഫായാലും ചിക്കനൊക്കെ ആയാലും നമ്മൾ ഉള്ളി തൊലിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഇതുപോലെ പിസ്ക്കി എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ എനിക്ക് ഉള്ളി തൊലിക്കാൻ ഭയങ്കര മടിയാണ്. അത് കാരണം എന്നും താളിപ്പ് വേണമല്ലോ. അപ്പോൾ താളിക്കാനുള്ള ഉള്ളി അങ്ങനെ അരിയും കേട്ടോ. എനിക്ക് അരിയാനൊന്നും വലിയ വശമില്ല കേട്ടോ. ഈ ഒരു മുളക് നമ്മളെ തൊടിയിലുണ്ടായത് തന്നെയാണ്. ഒന്ന് മതി, ഒന്നിട്ടാൽ തന്നെ നല്ല എരിവാട്ടോ. അങ്ങനെ അരിയാനൊന്നും അറിയില്ല, കാരണം നമ്മൾ ഡെയിലി സ്കൂളിൽ പോവും, സ്കൂളിട്ട് വരും, TV കാണും, ആ ഒരു സിസ്റ്റം അല്ലല്ലോ. നമുക്കിതൊന്നും വലിയ വശമില്ലല്ലോ. ഇപ്പോഴും അറിയില്ല കേട്ടോ. ഇപ്പം തന്നെയാണ് എനിക്കൊക്കെ കട്ട് ചെയ്ത് തരല് കേട്ടോ. അപ്പോൾ നോക്കിതാ വാപ്പ മിഠായി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു വെറൈറ്റി മിഠായി കേട്ടോ. ഒരു ടൂട്ടി ഫ്രൂട്ടി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റേതൊരു മരുന്നിൻ്റെ ചുവയല്ലേ, അതെനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ടേസ്റ്റ് നോക്കാൻ തന്നപ്പം കുഴപ്പമില്ലാതെ തോന്നി. അങ്ങനെ എന്നും ഞങ്ങൾക്ക് അങ്ങനെ ചോറ് വെക്കണമായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളങ്ങനെ ചോറ് അങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ. 2 നേരം ഒരു നേരം തന്നെ വെച്ചിട്ട്. പിന്നെ ആലുവ അടുപ്പാവുകൊണ്ട് നല്ല വിറകൊക്കെ വേണമല്ലോ 2 നേരമൊക്കെ വെക്കാൻ. നമ്മളെ വീടിനൊക്കെ ആകെ കരിയും പിടിച്ച്
നമ്മൾ കുറച്ച് നേരമെങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കണമല്ലോ. നമ്മൾ എന്നും ഈ പണി തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നമ്മളെ തടിയൊക്കെ ഒന്ന് നോക്കും വേണ്ടേ. അങ്ങനെ മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഞാൻ താളിക്കാൻ നിന്നു. ഇതൊക്കെ ഞാൻ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ ചെയ്ത് വെക്കും കേട്ടോ. എന്നാൽ പിന്നെ നിസ്കാരം കഴിഞ്ഞ് ഓതലും കഴിഞ്ഞാൽ പിന്നെ ഓനെ പഠിപ്പിക്കാനിരുന്നാൽ മതി. ഞാൻ ഇരുന്നാലേ ഓന് ഇരിക്കുള്ളൂ കേട്ടോ. പിന്നെ തൂക്കാത്രത്തിൽ ഇതുപോലെ രാവിലെ കഞ്ഞിൻ്റെ വെള്ളം വേറെ ഒഴിച്ച് വെക്കും, കേടൊന്നും വരില്ല. അങ്ങനെ അപ്പോൾ താളിക്കലൊക്കെ അവിടെ അങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വീട്ടിലും ഇങ്ങനെ എന്താണ് ഡെയിലി താളിപ്പാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്താ ചോറ് നല്ല ചൂടോടെ അടുപ്പത്തൊക്കെ ഉണ്ട് കേട്ടോ. ഉച്ചക്കലത്തിലെ ചോറാണത്. പിന്നെ ഇതാ ഉച്ചക്ക് വെക്കുന്ന കറിയില്ലേ, അത് രാത്രി ആരും കൂട്ടൂല കേട്ടോ. ആദ്യം ഞാനിത് കഴിച്ചിരുന്നു, ഇപ്പം എനിക്കിത് വലിയ ഇഷ്ടമല്ല കേട്ടോ, ഞാൻ കൂട്ടാറില്ല. ഇനി അത് പശുവിൻ്റെ വെള്ളത്തിലേക്കാണ് കേട്ടോ അത് പാരുക. പിന്നെ ഈ മുരിങ്ങനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുരിങ്ങ എനിക്ക് പാരി കളിക്കുന്നതാട്ടോ ഇഷ്ടം. കുറേ മുരിങ്ങ താളിപ്പിൽ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ നാളേക്കൊക്കെ ഉള്ളത് അങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. ഒരു കവറിലൊക്കെ കെട്ടി ഫ്രിഡ്ജിൽ വെക്കും, അല്ലെങ്കിൽ ഒരു വട്ടപാത്രത്തിലൊക്കെ വെച്ച് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. എന്നാൽ പിന്നെ നമ്മൾക്ക് പണി ഈസി ആയല്ലോ, പിറ്റേന്ന് മുരിങ്ങ ഊരാനൊന്നും നിൽക്കണ്ടല്ലോ. അങ്ങനെ ഒരു മടിച്ച് കൂടിയാണ് കേട്ടോ ഞാൻ. അതായത് പണി എങ്ങനെയൊക്കെ ആദായത്തിൽ നോക്കാം, അതായത് നമ്മൾ ജോലി പെട്ടെന്ന് തന്നെ തീർക്കാമെന്നൊക്കെ നോക്കും കേട്ടോ. അപ്പോൾ ഞാൻ താളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാപ്പ വന്നത് കേട്ടോ. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ചന്ത ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പിടിയും വലിയും കൂടാണ് കേട്ടോ. അതിൽ മിഠായി എന്തെങ്കിലും ഉണ്ടാവുമെന്നൊക്കെ കരുതിയിട്ട്, പക്ഷേ മിഠായി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ വന്നപ്പോൾ കൊണ്ടുവന്നതുകൊണ്ട് ഓണസദ്യ ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ കുറേ പച്ചക്കറിയൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പം നമ്മൾ മുരിങ്ങനെ കുറിച്ചല്ലേ പറഞ്ഞത്. പിന്നെ അപ്പോൾ ഇന്നക്ക് പപ്പടം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വാപ്പ കൊണ്ടുവന്ന ചന്തയിൽ നിന്നുള്ള പപ്പടമാണ് കേട്ടോ പൊരിക്കുന്നത്. ഇവിടെ എന്നും പപ്പടം വേണം കേട്ടോ. ഈ ചന്തയിലത്തെ പപ്പടം കഴിഞ്ഞാൽ ഞങ്ങൾ കടയിൽ പോയിട്ട് വാങ്ങും കേട്ടോ. അങ്ങനെ, അതായത് ഉച്ചയ്ക്കും വേണം രാത്രിയിലും വേണം. അങ്ങനത്തെ ഒരു വീടും കൂടെയാണ് കേട്ടോ. ഇതുവരെ ആർക്കും പുണ്ണൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഇത് പപ്പടം തിന്നുമെന്ന് കരുതിയിട്ട് അങ്ങനെ പുണ്ണൊന്നും വന്നിട്ടില്ല. എന്നും ഞാൻ പപ്പടം പൊരിക്കാൻ നേരത്ത് മോളും കൂടെ കയറും കേട്ടോ. ഓൾക്ക് ഇത് എണ്ണയിലിടാൻ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ഓൾ എണ്ണയിലിട്ട് തന്നിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു ഇനി അത് പറ്റൂല പറഞ്ഞു. പിന്നെ ഓൾ എന്നെ കയ്യിൽ തരാൻ തുടങ്ങി. വല്ല പൊള്ളലൊക്കെ ഏറ്റാലേ പേടിയാണ്. അപ്പം ഓളങ്ങനെ എനിക്ക് ഓരോന്ന് അങ്ങനെ എടുത്തു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പപ്പടം പൊരിക്കലും അവിടെ കഴിഞ്ഞു. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. പിന്നെ ഞങ്ങൾ ഈ പ്രദേശത്ത് ഞങ്ങളെ വീട്ടിൽ മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ 2 നേരം ചോറ് വെച്ചിരുന്നത്. എന്നിട്ട് ഞങ്ങളെ വീട്ടിലേക്കാണ് എല്ലാവരും കഞ്ഞിവെള്ളത്തിന് വന്നിരുന്നത്. കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടോ ചോദിച്ച് വരും. അപ്പോൾ ഞങ്ങളത് കൊടുക്കാറ്. അതിന് വേറെ ആരും വെക്കൂലായിരുന്നു 2 നേരമൊന്നും. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് കുറേ വീടുകളുണ്ട് കേട്ടോ. നല്ല ഒരുമയോടെ കുറേ. അപ്പോൾ പിന്നെ ഞാൻ മോനെ വായിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോറെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പപ്പടമാണ് എടുക്കുക. പപ്പടം അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഈ പപ്പടം കഴിക്കാൻ കിട്ടലില്ല. മോൾ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഓൾ ആദ്യം അതെടുത്ത് കഴിക്കും. പിന്നെ ഞാൻ മീൻ പൊരിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള മീൻ മത്തിയാണ് കേട്ടോ. മത്തീനെ മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കുകയുള്ളൂ. പിന്നെ താളിപ്പും പാരുന്നു. ഈ ഇലയൊക്കെ ആരും കൂട്ടൂല കേട്ടോ. ഇലയൊക്കെ ബാക്കിയാവും. ഇവിടെ ഉമ്മാക്ക് ഇല നല്ലപോലെ വേവണ്ട, പക്ഷെ ഇവിടെ ഉപ്പാക്ക് നല്ലപോലെ വേവണം കേട്ടോ. വെന്തിട്ടില്ലെങ്കിൽ പറയും നിങ്ങൾക്ക് വേവിച്ചാൽ എന്താ അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഒന്ന് നിൽക്കണേ. അപ്പം ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ
നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇതെന്താ പറയുക, രാത്രിയിൽ മോരാൻ തിന്നാൽ നല്ല സുഖമാണ്. പിന്നെ രാവിലെ നമുക്ക് വേറെ പണിയൊന്നും ഉണ്ടാവില്ല അല്ലേ. രാവിലത്തേക്ക് വെക്കുന്നതിനേക്കാളും നല്ലത് രാത്രി മോരിയിട്ട് കിടക്കുന്നത് തന്നെയാണ് അല്ലേ. ഒരു ഐശ്വര്യമല്ലേ പിന്നെ വരാൻ.